ആവശ്യപ്പെടുന്നില്ല. ഒരു മാനുഷിക പരിഗണന അത്രമാത്രം. പിന്നെ വീടിന്റെ ഷെയറിനെ കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഷെയറും സുധയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേറൊന്നും തോന്നരുത്. പെണ്ണിന്റെ സഹോദരൻ വന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. അതിന് കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. ഒരുക്കങ്ങൾ ഒന്നുകൂടി ഉഷാറായിക്കോട്ടെ. ശരി. എന്നാ നിങ്ങൾ വരട്ടെ. അർജുനും പിള്ളയ്ക്ക് ഇനി 5 മക്കളില്ല, 4 ഉള്ളൂ. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ ശാരദയുടെ ആത്മാവ് ഉറങ്ങുന്ന ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മോളുടെ കല്യാണം നടത്തണം. നടക്കും അമ്മാവ. ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മാവന്റെ വീട്ടിൽ വെച്ച് തന്നെ സുധയുടെ വിവാഹം നടക്കും. അതെ. നിങ്ങൾ സമാധാനം. കേസിന്റെ ഗതി വെച്ച് നോക്കുമ്പോ വീട് നമുക്ക് തിരിച്ചു കിട്ടാനാ സാധ്യത. പക്ഷെ അങ്ങനെ ഒരു വിധി വരുമ്പോ അത് നിങ്ങളുടെ അളിയനെ കൂടി ബാധിക്കും. അതെങ്ങനെ വക്കീലേ? ഫ്രോഡ്ലാൻഡ് മിസ്റെപ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ് IPC 420. ചതിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വ്യാജരേഖകൾ ചമയ്ക്കൽ. ശിക്ഷ കഠിനാവോ? അതിപ്പോ പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ 3 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വന്നേക്കാം. അത് കുഴപ്പമില്ല. അകത്ത് കിടന്ന് ചിന്തിച്ചൊരു നല്ല മനുഷ്യനാകാനുള്ള സമയമുണ്ട് അവന്. ആ ജുബയ്ക്ക് ശിക്ഷ ഒന്നും കിട്ടിയില്ലേ? വേണ്ടേ? സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 420 വകുപ്പ് പ്രകാരം 2 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ ഏതെങ്കിലും ഒന്നിന് ഈ കോടതി വിധിക്കുന്നു. ഞാൻ പറഞ്ഞു വരട്ടോ വക്കീല്. സ്വന്തം അളിയനെ തന്നെ കോടതി ജയിച്ചൊന്നും വരുന്നുണ്ട്. ഇതിനെല്ലാം എണ്ണി ഞാൻ പകരം ചോദിക്കും. ഓർത്തോ? വേണ്ട. നിന്റെ കൈയൊക്കെ ഞങ്ങളോട് വേണ്ട. ഇനിയെങ്കിലും നിന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധമില്ല. ഇനിയെങ്കിലും നീ എല്ലാം പറഞ്ഞ് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ നോക്കും. അങ്ങനെ ഇപ്പൊ മറക്കണ്ട. നിങ്ങൾ എന്നോട് ചെയ്ത് എന്നും എന്റെ മനസ്സിലുണ്ടാവും. കളഞ്ഞിട്ട് വാ ചെയ്യാ. ഈ തെരുവ് പട്ടികളുടെ കൂടെ കിടന്ന് കടിപിടി കൂടാതെ നിനക്ക് നാണാവില്ലേ? അല്പം കൂടി മാന്യമായിട്ട് സംസാരിക്കണം എന്ന്. ഇല്ലെങ്കിലോ താൻ പട്ടി തന്റെ അപ്പം പട്ടി, തന്റെ അപ്പൂപ്പം പട്ടി, തന്റെ തറവാട് പട്ടി തറവാട്. ചൊറിയാനെടുത്ത് ചൊറിയാൻ എന്താ ചേട്ടൻ എനിക്കറിയാം. വേണം. ഇതിന് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. പശ്ചാത്തപിക്കുന്ന ആരാണ് നമുക്ക് കാണാം. നിങ്ങളെ ഞാൻ കണ്ടോളാം. എന്തോന്ന് കാണാൻ? എന്താ? സത്യം ജയിച്ചു. കേസിലെ ജുബ്ബാമേനോൻ തോറ്റു തൊപ്പിയിട്ടു. വീടിന്റെ ഉടമസ്ഥ അവകാശം അമ്മാവൻ തന്നെയാണെന്ന് കോടതി വിധിച്ചു. അമ്മാവൻ ആഗ്രഹിച്ച പോലെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സുധയുടെ വിവാഹം നടത്താം. എന്താ അമ്മാവ് ആലോചിക്കുന്നേ? ഒന്നുമില്ല. വിവാഹത്തിനുള്ള കാര്യങ്ങള് കുറച്ചു ദിവസമേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ സുധയുടെ വിവാഹം നടത്തും. അല്ലേ? പിന്നെ